അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത്? ഇല്ലല്ലേ? അവന്റെ സിസ്റ്റം പ്രോബ്ലം ആകുമെന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പൊ ഉള്ളത്. എന്നാലും ക്ലാസ് എടുത്തപ്പോ സിസ്റ്റം ചില പ്രശ്നങ്ങളുണ്ടായപ്പോ ഞാൻ സിസ്റ്റം മാറ്റും. കേൾക്കുന്നുണ്ടല്ലോ? ഇപ്പൊ ഞാൻ പറയുന്നത് ശരിക്കും കേൾക്കുന്നുണ്ടോ? ക്ലിയർ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله يسجد من في السماوات والأرض طوعا وكرها. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والحمد لله والأرض طوعا وكرها وظلالهم بالغدو والآصال. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أقرب ما يكون العبد من ربه وهو ساجد فأكثر الدعاء. فنبينا محمد صلى الله عليه وسلم والوحش والأشجار قد سجدت له وعليه قد ഹലോ, കേൾക്കുന്നുണ്ടോ? ഇടക്കിടക്ക് മൈക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, എന്താണെന്നറിയില്ല. ഇൻഷാ അല്ലാഹ് ഇനി ആവർത്തിക്കുകയാണെങ്കിൽ ഞാൻ സിസ്റ്റം മാറ്റും. അപ്പൊ 2 മിനിറ്റ് നിങ്ങൾ ക്ഷമിക്കണം. അപ്പൊ കേൾക്കുന്നുണ്ടല്ലേ? ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റമളാനോടനുബന്ധിച്ച് നമ്മുടെ ക്ലാസ് റൂം, കേരള ഇസ്ലാമിക് ക്ലാസ് റൂം നടത്തിക്കൊണ്ടിരിക്കുന്ന ബാബു റയ്യാൻ എന്ന പഠനാർഹമായ ശ്രദ്ധേയമായ ദൈനംദിന ക്ലാസ് അവർക്ക് നടൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദുമാർ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു വിഷയം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക എന്ന ഉദ്ദേശ്യമാണ് ഈ മഹത്തായ ഈ രാത്രിയിൽ റമളാനിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ദീനിനോട് യോജിക്കുന്ന രൂപത്തിലാക്കി തരികയും അവൻ പൊരുത്തപ്പെടുന്ന ഒരു അമലായി മാറ്റുകയും ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട നൂർ ഫൈസ് ഉസ്താദ് നേരത്തെ രോഗബാധിതരായ ചില കുട്ടികളുടെ കാര്യങ്ങൾ ഇവിടെ ഉണർത്തുകയുണ്ടായി. അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്തും സലാമത്തും കമാലും പൂർണ്ണതയും പൂർണ്ണമായ വളർച്ചയും അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ മറ്റു ധാരാളം പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ട്. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് ഈ റമദാൻ മാസത്തിൽ പോലും വീട്ടിലേക്ക് ചെല്ലാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് സഹോദര സഹോദരിമാർ നമ്മുടെ ഇടയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും പൂർണ്ണമായ ശിഫയും ആഫിയത്തും
പ്രദാനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ത്വാഅത്തിലും ഇബാദത്തിലുമായിട്ട് മരണം വരെ ജീവിക്കുവാനുള്ള തൗഫീഖ് അവർക്കും നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാ സഹോദരിമാർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ഈ ക്ലാസ് റൂമിലൂടെയുള്ള ഈ ദുആ അത് ഒരുപാട് നമ്മൾ അറിയാത്ത, നമുക്ക് പരിചയമില്ലാത്ത എത്രയോ വലിയ മഹാന്മാരായ ആളുകൾ നമ്മുടെ ക്ലാസ് റൂം ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആമീനുകളാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടുപ്രാർത്ഥന, കൂട്ടമായി നമ്മൾ നിർവഹിക്കുന്ന ഈ പ്രാർത്ഥനയുടെ ഫലമായി നമ്മുടെ എല്ലാ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. സർവോപരി ഈ പരിശുദ്ധമായ മാസം ഇത് ഇവിടെ പറയാനിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് തന്നെ അതിന്റെ ഹുർമത്തിനെ മാനിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുകയും ഇതിന്റെ അനുകൂലമായ സാക്ഷിത്വം ലഭ്യമാകുന്നവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. അതേസമയം ഇത് പ്രതികൂലമായി ഈ മാസം എതിരായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ അഹ്ലുകാരെയും കുടുംബങ്ങളെയും അല്ലാഹു തആല അത്തരക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. എന്റെ സഹോദരങ്ങളെ, സുജൂദ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ എല്ലാ ഭാഗങ്ങളും സ്പർശിച്ചുകൊണ്ടുള്ള പ്രതിപാദനമല്ല ഉദ്ദേശിക്കുന്നത്. ഏതാനും ചില വശങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പാകെ പറയുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സുജൂദ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷയം എഴുതി വെച്ചതുപോലെ തന്നെ റബ്ബിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും റബ്ബിനോട് സാമീപ്യം പുലർത്തുന്ന ഒരു ഇബാദത്താണ് സുജൂദ് എന്ന് പറയുന്നത്. റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന സുജൂദ് എന്ന് പറയുന്നത് അള്ളാഹുവിനോട് അടുക്കുവാൻ, അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശറഫേറിയ, അതല്ലെങ്കിൽ ഇബാദത്തിന്റെ തനിമ ഏറ്റവും അധികമായി പ്രകടമാകുന്ന ഇബാദത്താണ് സുജൂദ് എന്ന് പറയുന്നത്. ഇബാദത്ത് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഇബാദത്ത് എന്ന് പറയുമ്പോൾ ഒരു അടിമ താൻ ഒന്നുമല്ല എന്ന യാഥാർത്ഥ്യത്തെ പ്രകടമാക്കുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ചാണ് അല്ലാഹു അസ്സലാമലൈക്കും. ഉസ്താദ്, കട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സിസ്റ്റം മാറ്റണം. കാരണം ഈ നല്ല വിഷയങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കട്ട് വരുമ്പോൾ വലിയതായിട്ട് എഫക്ട് ചെയ്യും. അത് കട്ട് വരുന്നത് അതൊക്കെ സംസാരമൊക്കെ വളരെ അതിൽ ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ടാവും. എന്നെ പോലെ ഞാൻ നല്ല ശ്രദ്ധിച്ചിട്ടിരിക്കണം. പക്ഷെ അതിന്റെ ഇടയിലൊക്കെ ഒരു അക്ഷരം പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണത്. അതുകൊണ്ട് നിങ്ങൾ പോയിക്കണില്ല, നമുക്ക് DC ആയിട്ടുണ്ട്. അതുകൊണ്ട് ഓക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വിഷയം വളരെ അധികം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് വിഷയം റെക്കോർഡൊക്കെ ചെയ്തിട്ട് അത് വീണ്ടും കേട്ടിട്ട് ആ വിഷയം ശരിക്ക് പഠിക്കണം. അതൊക്കെ ശരിക്ക് പഠിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ ഇതിങ്ങനെ നല്ല ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ വരും. അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴുള്ള സംശയം വരിക. സംശയം വരുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും നമുക്കൊരു സംശയം തോന്നുകയാണെങ്കിൽ ഒരു പേപ്പറിൽ ഒന്നും എഴുതി വെക്കുക. എന്നിട്ട് ലാസ്റ്റ് അത് ചോദിക്കും വേണം. അതിനൊക്കെ തയ്യാറാവണം. മൈക്ക് ഇപ്പോൾ ഉസ്താദ് വരുന്നവരെങ്ങനെ കൈ പിടിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സുജൂദി എന്ന വിഷയമാണല്ലോ, അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കുക. അള്ളാഹുവിലേക്ക് ഒരു അടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ഒരു അവസരമാണ് സുജൂദ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സുജൂദൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊന്നും കുറെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നും അറിഞ്ഞിട്ടില്ല. നമുക്ക് കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കുമ്പോൾ
നമ്മളൊക്കെ നിസ്കാരം എന്ത് നിസ്കാരം? അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ശരിക്ക് നല്ല ഒന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ ഈ റൂമിലൂടെ ഒക്കെ ശരിയാക്കണം. ഒക്കെ ഏതായാലും ബഹുമാനപ്പെട്ട MT ഉസ്താദ് ആ വിഷയം സുജൂദ് എന്ന വിഷയം നല്ല ഉഷാറായിട്ട് നമുക്ക് അവതരിപ്പിച്ചു തരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ശരിക്കും മനസ്സിലാക്കുക. എന്നിട്ട് അതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ പരിഹരിച്ചിട്ട് അങ്ങനെ, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം. അതിനു വേണ്ടിയിട്ട് അവർ തയ്യാറാവണം എന്ന് പറയാണ്. ഇങ്ങനെ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവാണ്. MT ഉസ്താദ് വരുന്നത് വരെ സുജൂദില് നിസ്കരിക്കുമ്പോ സുജൂദിൽ പിന്നെ സുന്നത്തൊക്കെ നിസ്കരിക്കുമ്പോ മറ്റേ നമുക്ക് ജമാഅത്തിലായിട്ട് ആകുമ്പോ നടക്കൂലല്ലോ, അതിന് പരിധിയുണ്ട്. ഇമാമ് ഉയർന്നാൽ പിന്നെ നമുക്ക് ഉയരേണ്ടി വരും. സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദുആ ചെയ്യാൻ പറ്റിയ ടൈമാണ്. അള്ളാഹുവിന്റെ മുമ്പിലാണ് ഇപ്പൊ ഇങ്ങനെ, അതാണ് അവിടെ അതിന്റെ മെയിൻ കാര്യം. അള്ളാഹുവിന്റെ മുമ്പിലാണ് ഇങ്ങനെ കിടക്കണമെന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ വേണം. ആരാണ് അള്ളാഹ്? ആ അള്ളാഹിന്റെ മുമ്പിലല്ല ഇപ്പൊ ഈ കിടക്കണമെന്നുള്ള ആ ഒരു ബോധം. അല്ലാതെ നമ്മളൊക്കെ ചിലപ്പോ നിസ്കരിക്കുമ്പോൾ എന്തായിക്കാരാ സുജൂദി പോയിക്കണോ ഇല്ല എന്നൊന്നും പിന്നെ ഓർമ്മയിൽ തന്നെ ഉണ്ടാവൂല. ഒരു റക്അത്തോട് കഴിഞ്ഞിട്ട് പിന്നെ ഫാത്തിഹ ഞാൻ 2 സുജൂദ് അതിന്റെ ഇടയിലുള്ള ഇരുത്തും റുക്കുവും ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പൊ ഈ വന്നിക്കണെന്നുള്ളത് ചിലപ്പോ എപ്പോഴേക്കാരം രണ്ടാമത്തെ റക്അത്തില് ഇങ്ങനെ നീച്ചു നിൽക്കുമ്പോഴേക്കാരം അവിടെയൊക്കെ കഴിഞ്ഞിട്ടല്ല ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിക്കണെന്ന് അല്ലെ? അങ്ങനെയൊക്കെ തോന്നുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ആ സമയം വെച്ചിട്ടുണ്ടാവും പിന്നെ വേറെ എവിടെയെങ്കിലൊക്കെ ചിന്ത പോവും. നിസ്കരിക്കാൻ കൊണ്ട് നിന്നാലാണ് വേഗം നാട്ടിലെത്തല്. പിന്നെ ചിന്ത നാട്ടിലേക്കാരോ. അതൊക്കെ ഇബ്ലീസ് കൂടിയിട്ടാണ്. എങ്ങനെ ഓക്കെ, ഉസ്താദ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? കേൾക്കുന്നു, ക്ലിയർ ഉണ്ടോ? അതോ അത് സിസ്റ്റം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഒരു 10-12 വർഷം പഴക്കമുള്ള സിസ്റ്റമാണ്. ഇൻഷാ അല്ലാഹ് ഈ സിസ്റ്റത്തിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പിന്നെ ഔട്ട് ഗോയിങ്ങേ ഉള്ളൂ, ഇൻകമിംഗ് ഇല്ല. എന്ന് വെച്ചാല് ബിസ്മില്ലാഹി ഉസ്താദ് നേരത്തെ പറഞ്ഞതൊന്നും ഞാൻ ഇങ്ങോട്ട് കേൾക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരും പരിചയമുള്ള നിർവചനം തന്നെയാണ്. ഇബാദത്തിന്റെ നിർവചനമായിട്ട് ലോകത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ തഫ്സീറിന്റെ കിതാബുകളിലും മറ്റു പ്രാമാണിക ഗ്രന്ഥങ്ങളിലും ഒക്കെ പറഞ്ഞ ഒരു നിർവചനമുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് മുജാഹിദുകളുമായിട്ടും ജമാഅത്തെ ഇസ്ലാമിക്കാരുമായിട്ടൊക്കെയുള്ള സംവാദങ്ങളിലും വിവാദങ്ങളിലും ഖണ്ഡനങ്ങളിലുമൊക്കെ നമ്മൾ സർവ്വസാധാരണമായിട്ട് ഉദ്ധരിക്കുന്ന നിർവചനം എന്താണ്? അഖ്സാവായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ എന്നാണ്. അതായത് താഴ്മപ്പെടലിന്റെയും വിനയത്തിന്റെയും എളിമത്തരത്തിന്റെയും അങ്ങേ അറ്റം എന്നാണ്. അങ്ങേയറ്റം എന്ന് പറയുമ്പോൾ അത് എപ്പോഴാണ് അങ്ങേ അറ്റമാവുക എന്ന് വെച്ചാൽ ഈ താഴ്മ ചെയ്യപ്പെടുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ ശക്തിയെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനമാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിക്രിയയാണ് യഥാർത്ഥത്തിൽ ഇതിന് അങ്ങേ അറ്റമാക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ താഴ്മ കൊടുക്കുന്ന ആ ശക്തിയുടെ അപ്പുറം ഇനി മറ്റൊരു ശക്തി ഇല്ലാത്ത വിധം ഏറ്റവും അങ്ങേ അറ്റത്തെ ഔന്നിത്യത്തിൽ എത്തിയിരിക്കുന്നു എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കപ്പെടുന്ന ആദരവിന്റെ പ്രകടനങ്ങളെ സംബന്ധിച്ചാണ്, അതല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് ഇബാദത്ത് എന്ന് പറയുക എന്നാണ് ആ നിർവചനത്തിന്റെ ഉദ്ദേശ്യം. അഖ്സാവായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ എന്ന് പറയുന്ന ആ നിർവചനം എന്ന് പറയുമ്പോൾ നമ്മൾ സമർപ്പിക്കുന്ന വിനയവും അതുപോലെ സമർപ്പിക്കുന്ന താഴ്മപ്പെടലും നാം കൊടുക്കുന്ന എളിമത്വവും ആർക്കാണോ നൽകുന്നതെങ്കിൽ ആ ശക്തി ഏറ്റവും ഉന്നതി പ്രാപിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അതിനപ്പുറം ഇനി മറ്റൊരു ശക്തി ഇല്ല എന്ന വിധത്തിൽ സമർപ്പിക്കപ്പെടുന്ന വിനയം, ആ വിനയത്തിന്റെ പ്രകടനം, ആ പ്രകടനം നടത്തുന്ന പ്രവർത്തനം, അതിനെ സംബന്ധിച്ചാണ് ഇബാദത്ത് എന്ന് പറയുക. ഇബാദത്ത്, ആ ഇബാദത്ത് നമ്മൾ സമർപ്പിക്കുമ്പോൾ അത് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട്, അഥവാ അതിന്റെ മറ്റൊരു പേരാണ് ഇലാഹ്, റബ്ബ് എന്നൊക്കെ പറയുന്നത്. റബ്ബാവുക,
ഇലാഹാവുക തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരു ശക്തിയെ സംബന്ധിച്ചാണ് പറയുക. അപ്പൊ ഇലാഹാണ്, റബ്ബാണ് എന്ന വിശ്വാസത്തിൽ ആ വിധത്തിൽ സമർപ്പിക്കപ്പെടുമ്പോഴാണ് ഏതൊരു പ്രവർത്തനവും ഇബാദത്താവുക. ആ പ്രവർത്തനം ഇന്നത് എന്ന് നിബന്ധനയില്ല. ഇപ്പൊ നമ്മളിങ്ങനെ കൈകൂപ്പി നിന്നു, എന്നാൽ അതും ഇബാദത്താണ്. അതല്ലെങ്കിൽ നടക്കുന്ന സന്ദർഭത്തിൽ ഇലാഹിനെ കണ്ടു, അപ്പൊ ആ ഇലാഹിനെ കണ്ടപ്പോ ബഹുമാനിക്കാൻ വേണ്ടി തുണിയാണ് കഴിച്ചിട്ടു, തുണി കഴിച്ചു മടക്കി കുത്ത് കഴിച്ചിട്ടു, എന്നാൽ അതും ഇബാദത്താണ്. അപ്പൊ ആ തഅദീമ് ഏറ്റവും മുന്തഹ തഅദീമായി, വമുന്തഹ തഅദീമി തഅദീമു മുന്തഹ വമൻ ലൈസ വമുന്തഹ തഅദീമി തഅദീമു മുന്തഹാന. ഏറ്റവും അങ്ങേ അറ്റത്തെ ആദരവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അങ്ങേ അറ്റമെത്തിയവനെ ആദരിക്കുക എന്നാണ്. വമുന്തഹ തഅദീമി തഅദീമു മുന്തഹ. ഒരാൾ മുന്തഹയല്ലെങ്കിൽ, ഒരാൾ അങ്ങേ അറ്റത്തുള്ള ആളല്ലെങ്കിൽ, ശക്തിയല്ലെങ്കിൽ, പിന്നെ അങ്ങനെയുള്ള ഒരു ശക്തിക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന ആദരവ് ഒരിക്കലും തന്നെ ഇബാദത്താവുകയില്ല. അപ്പൊ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഇബാദത്ത് കണ്ണുകൊണ്ടാവാം, തല കൊണ്ടാവാം, അതല്ലെങ്കിൽ കൈകൂപ്പി നിന്നുകൊണ്ടാവാം, അല്ലെങ്കിൽ കുനിഞ്ഞു നിന്നുകൊണ്ടാവാം, അതല്ലെങ്കിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ടാവാം, ഏതു വിധത്തിലുമാവാം. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്ത് എല്ലാ പ്രവർത്തനങ്ങളെയും ഇബാദത്തായിട്ട് അംഗീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുക, അങ്ങനെ ഒരു ഇബാദത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ വെയിലുണ്ട് നിൽക്കുക എന്ന് പറഞ്ഞിട്ടൊരു ഇബാദത്തില്ല. ഞാൻ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി ഇന്നത്തെ പകൽ മുഴുവൻ ഞാൻ വെയിൽ കൊള്ളുകയാണ് എന്നൊരാളെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചാൽ, തീരുമാനിച്ചാൽ അങ്ങനെ ഒരു ഇബാദത്തില്ല. അല്ലെങ്കിൽ ഒറ്റക്കാലം നിന്നുകാണ്ട് ഞാൻ ഇബാദത്ത് ചെയ്യുകയാണ് പടച്ചോന് എന്ന് പറഞ്ഞുകാണ്ട് ഒറ്റക്കാലം നിന്നുകൊണ്ടുള്ള ഇബാദത്ത്, കാരണം അതൊന്നും ശർഇൽ ഇബാദത്തായിട്ട് വാരിതായി അല്ലെങ്കിൽ കൽപ്പിക്കപ്പെട്ടതായിട്ട് നിയമമാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. അപ്പോ ഇബാദത്ത് എന്നുള്ളതിന്റെ നിർവചനപ്രകാരം ഇബാദത്തായി സമർപ്പിക്കപ്പെടുന്ന ഏതു പ്രവർത്തനവും ഏതു ചിന്തയും അത് ഇബാദത്താകുമെങ്കിലും, പക്ഷേ ഇസ്ലാമിക ശരീഅത്ത്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിലാക്കിയ ശരീഅത്ത്, ആ ശരീഅത്ത് ചില പ്രത്യേക പ്രവർത്തനങ്ങളെ, ഉദാഹരണം നിസ്കാരം എന്ന് പറയുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിക്കുകയും സലാം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ചില പ്രത്യേകമായ, ഏതെങ്കിലുമല്ല, പ്രത്യേകമായ ചില വാക്കുകൾ, പ്രത്യേകമായ ചില പ്രവർത്തനങ്ങൾ, പ്രത്യേകമായ ചില കരുത്തുകൾ എന്നിവ അടങ്ങുന്നതാണ് നിസ്കാരം എന്ന് പറയുന്നത്. അല്ലാതെ എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ പോരാ. അപ്പോ ഇബാദത്തിനെ ശർഅ് അംഗീകരിക്കാൻ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അത് മശ്റൂ ആയിരിക്കണം, എന്ന് വെച്ചാൽ ശർഅ് അംഗീകരിച്ചതായിരിക്കണം എന്നാണ് അതിന്റെ ഒരു നിബന്ധന. രണ്ടാമത്തെ നിബന്ധന, ഇബാദത്ത് സമർപ്പിക്കപ്പെടുന്ന ശക്തിയെ സംബന്ധിച്ച് അറിവുണ്ടായിരിക്കണമെന്നാണ്, മഅരിഫത്ത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ്, ഞാൻ സമർപ്പിക്കുന്ന ഇബാദത്ത് അള്ളാഹു എന്ന് പറയുന്ന എന്റെ റബ്ബും ഇലാഹുമായ ശക്തിക്കാണ് എന്നുള്ള ഒരു അറിവോടുകൂടെ നിർവഹിക്കുമ്പോൾ മാത്രമാണ് അത് ഇബാദത്താവുക. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ രണ്ട് വിഭാഗത്തിന്റെ ആരാധനകൾ ശർഅ് അംഗീകരിക്കുന്നില്ല എന്ന് വരും. ഒന്ന്, വകതിരിവില്ലാത്ത ചെറിയ കുട്ടികൾ. ഇപ്പൊ 2 വയസ്സായ ഒരു കുട്ടി നിസ്കരിച്ചു, ഉമ്മാന്റെ നിസ്കാരം കണ്ടിട്ട് ബാക്കിൽ നിസ്കരിക്കുകയാണ്. പക്ഷെ അതിനെ സംബന്ധിച്ച് നിസ്കാരം എന്ന് പറയില്ല, അതിനെ സംബന്ധിച്ച് ഇബാദത്ത് എന്ന് പറയില്ല. കാരണം ആ കുട്ടിയുടെ മനസ്സിലെന്തില്ല, ഇതെന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊരു തിരിച്ചറിവില്ല. രണ്ടാമത്തത്, ജൂതന്മാർ പോലുള്ള ആളുകളുടെ ഇബാദത്തുകള്, അവര് ചിലപ്പോ ഇബാദത്ത് കൊടുക്കുന്നത് ചിലപ്പോ അള്ളാഹ് തന്നെ ആയിരിക്കും. അള്ളാഹുവിന് പുറമെ മറ്റു ശക്തികൾക്കും ഇബാദത്ത് ചെയ്തു എന്നുള്ളതാണല്ലോ അവരുടെ പ്രശ്നം, അവരുടെ ശിർക്ക് വരാനുള്ള കാരണം. അപ്പോ ഒരുപക്ഷെ അവർ ഇബാദത്ത് കൊടുക്കുന്നത് അള്ളാഹുവിനിക്ക് തന്നെ ആയിരിക്കും. പക്ഷേ ആ ഇബാദത്ത് ഒരിക്കലും ഇബാദത്തായിട്ട് ശർഇന്റെ നിരീക്ഷണത്തിൽ അംഗീകരിക്കപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ അത് ശർഇ കൽപ്പിച്ച വിധത്തിലല്ല എന്നുള്ളതാണ്. അപ്പൊ ശർഇ കൽപ്പിച്ച വിധത്തിലാവുക എന്നുള്ള ഒരു നിബന്ധനയും അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളതാവുക എന്ന രണ്ടാമത്തെ നിബന്ധനയും പാലിച്ചുകൊണ്ട് സമർപ്പിക്കപ്പെടുന്ന ഏറ്റവും അങ്ങേ അറ്റത്തെ വണക്കത്തിനെ സംബന്ധിച്ചാണ് ഇബാദത്ത് എന്ന് പറയുക. അത് ചിലപ്പോൾ കൈകളെ കൊണ്ടായിരിക്കും, ചിലപ്പോൾ നിവർന്ന് നിന്നുകൊണ്ടായിരിക്കും, ചിലപ്പോൾ കുനിഞ്ഞു നിന്നുകൊണ്ടായിരിക്കും,
ചിലപ്പോൾ മുഖം തെറ്റിച്ചുകൊണ്ടായിരിക്കും, ചിലപ്പോ വിശന്നുകൊണ്ടായിരിക്കും. ഇങ്ങനെ പല രൂപത്തിൽ നമുക്കറിയാം. അതിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവയവം, മനുഷ്യന്റെ അവയവങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ അവയവം അത് മുഖമാണല്ലോ. ആ മുഖം നിലത്തുവെച്ചുകൊണ്ട് അവന്റെ ഏറ്റവും അഷ്റഫായ അവന്റെ അവയവത്തെ നിലത്തുവെച്ചുകൊണ്ട് താഴ്മയുടെ ഏറ്റവും താഴ്ന്ന പടിയിൽ സമർപ്പിക്കുന്ന ആരാധനാമുറയാണ് സുജൂദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സുജൂദ് എന്ന് പറയുന്ന ആരാധനാമുറ നിർവഹിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, ഞാനിപ്പോൾ റബ്ബിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കുന്നവനല്ല, അതല്ലെങ്കിൽ ഞാനിപ്പോൾ റബ്ബിന്റെ മുമ്പിൽ ശിരസ്സുയർത്തി നിൽക്കുന്നവനല്ല, മറിച്ച് ഞാനിപ്പോൾ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണെന്നുള്ള ഒരു ബോധ്യം അവന്റെ മനസ്സിലേക്ക് അറിയാതെ കടന്നു വരുന്ന ഏറ്റവും ശറഫേറിയതായ അള്ളാഹുവിനോട് പ്രായോഗികമായി ഏറ്റവും കൂടുതൽ സാമീപ്യം പുലർത്തുന്ന ഇബാദത്ത് ആയിട്ടാണ് സുജൂദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്ന ഹദീസ് തന്നെ അക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം മുസ്ലിം അത് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അബ്ദും റബ്ബും തമ്മിലുള്ള ഒരു സെയ്ദും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം എന്നതിലുപരിയായിട്ട് അബ്ദിന്റെ ഉബൂദിയത്തും റബ്ബിന്റെ റുബൂബിയത്തും തമ്മിൽ മാറ്റുരക്കുന്ന ഒരു വിഷയമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ എന്ന നിലക്കല്ല, അല്ലെങ്കിൽ ഒരു മലക്ക് എന്ന നിലക്കല്ല, മറിച്ച് മനുഷ്യനാവട്ടെ മലക്കാവട്ടെ ജിന്നാവട്ടെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇബാദത്ത് സമർപ്പിക്കുന്ന ആരും തന്നെ താൻ അബ്ദാണ്, അള്ളാഹുവിന്റെ ഒരു ദാസൻ മാത്രമാണെന്നുള്ള ആ നിശ്ചയദാർഢ്യത്തോടുകൂടി, എന്നാൽ അപ്പുറത്തുള്ളവൻ എന്റെ റബ്ബാണ് എന്നുള്ള അംഗീകാരം നൽകലോടുകൂടി നടത്തുന്ന കർമ്മങ്ങളിൽ അഖറബുമായ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി, ഒരു അബ്ദ് തന്റെ റബ്ബിനോട് ഏറ്റവും അധികം സമീപസ്ഥനാകുന്ന അവസരം എന്ന് പറയുന്നത് വഹുവ സാജിദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഹുവ സാജിദുൻ, അവൻ സുജൂദ് ചെയ്യുന്നവനായ നിലക്കാണ്. അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തു നിൽക്കുകയാണ്. ഏറ്റവും അടുത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഒരു അബ്ദ് എന്നോട് അടുക്കുന്തോറും അള്ളാഹു ഇങ്ങോട്ട് അടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ അബ്ദ് അള്ളാഹുവിനോട് അങ്ങോട്ട് അടുക്കുന്തോറും അള്ളാഹു ഇങ്ങോട്ടും അടുത്തുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ അത് സ്ഥലം കൊണ്ടുള്ള അടുപ്പമല്ല, മറിച്ച് ബന്ധം കൊണ്ടുള്ള അടുപ്പമാണ്. അങ്ങനെ അള്ളാഹു ഇങ്ങോട്ടും അടുക്കും, നമ്മൾ അങ്ങോട്ടും അടുക്കുമ്പോൾ അള്ളാഹു ഇങ്ങോട്ടും അടുക്കും. നമ്മളൊരു അള്ളാഹുവിനോട് അടുക്കുമ്പോൾ അള്ളാഹു ഒരു മാറി ഇങ്ങോട്ട് അടുക്കും എന്നൊക്കെ ഹദീസിലുണ്ടല്ലോ, ഖുദ്സിയായ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ സന്ദർഭത്തിൽ നമുക്ക് എന്തും തന്നെ അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങുവാൻ പറ്റുന്ന സമയമാണ്, ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് അള്ളാഹുവിനോട് എന്തും ചോദിച്ച് വാങ്ങാൻ പറ്റുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിനെ പൂർത്തീകരിച്ചുകൊണ്ട് പറഞ്ഞു, സുജൂദ് ചെയ്യുന്ന ഘട്ടത്തിൽ നിങ്ങൾ ദുആനെ പെരുപ്പിച്ചുകൊള്ളുക. ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണെങ്കിൽ അവൻ സുജൂദിന്റെ സന്ദർഭത്തിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 3 വട്ടം അല്ലെങ്കിൽ 11 വട്ടം ചെല്ലുന്നതിന് പുറമെ അവൻ ദുആകളും വർദ്ധിപ്പിക്കുക എന്നുള്ളത് സുന്നത്താണ്. അതേസമയത്ത് ഇമാമിന് സാധാരണഗതിയിൽ ഉള്ള നമ്മുടെ പള്ളികളിലൊക്കെ ഇമാമത്ത് നിൽക്കുന്ന ഇമാമിന് അത് സുന്നത്തില്ല. എന്തുകൊണ്ടെന്നാൽ മഅ്മൂമുകൾക്ക് ബുദ്ധിമുട്ടാകും. താൻ നിസ്കാരം ദീർഘിപ്പിക്കുക എന്നുള്ളത് പിന്നിൽ നിൽക്കുന്ന മഅ്മൂമുകളിൽ ധൃതിയുള്ള ആളുകളുണ്ടാകും, വേഗത്തിൽ നിസ്കാരം പൂർത്തിയാക്കിയിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നവരുണ്ടാകും, വൃദ്ധരായ ആളുകളുണ്ടാകും, ദുർബലരുണ്ടാകും. അങ്ങനെയുള്ള ആളുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരെ മാനിച്ചുകൊണ്ട് ഇമാമ് ഒരിക്കലും തന്നെ സുജൂദിൽ നിശ്ചിതമായ ദിക്റുകൾക്ക് പുറമെ മറ്റു ദുആകളോ വാരിദായ ദുആകളോ അതല്ലെങ്കിൽ വാരിദല്ലാത്ത സ്വയംകൃതമായ ദുആകളോ നടത്തിക്കൊണ്ട് നീട്ടാവതല്ല. അങ്ങനെ നീട്ടുന്നത് കറാഹത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചിതമായി
അങ്ങനെ നീട്ടുന്നതിനെ വിമർശിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി, അബ്ദു തന്റെ റബ്ബിനോട് ഏറ്റവും അടുപ്പം പുലർത്തുന്നത് വഹുവ സാജിദുൻ, അവൻ സുജൂദിൽ കിടക്കുന്നവനായ നിലക്കാണ്. ഫഅക്സിറുദ് ദുആ, അതുകൊണ്ട് തന്നെ സുജൂദിൽ നിങ്ങൾ ദുആഇനെ വർദ്ധിപ്പിക്കണം. ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അഫ്ളലായ, അള്ളാഹുവിനോട് സങ്കടങ്ങൾ പറയുക, അവലാതി പറയുക, ആവശ്യങ്ങൾ ചോദിക്കുക എന്ന ദുആ. ത്വലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു എന്നാണല്ലോ ദുആഇന്റെ നിർവചനം. ത്വലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു, റബ്ബിനോട് തന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കിട്ടുവാൻ വേണ്ടി അപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ചാണ് ദുആ, അല്ലെങ്കിൽ മലയാളത്തിൽ പ്രാർത്ഥന എന്ന് പറയുക. അതല്ലാതെ അവിടെ മുജാഹിദും ജമാഅത്തും ഔദൂദിയാളൊന്നും പറയുന്ന മാതിരിയല്ല. അവരൊക്കെ പറയുന്നത് എന്താണ്? പ്രാർത്ഥന അല്ലെങ്കിൽ ദുആ എന്ന് പറഞ്ഞാല് മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായത്തേട്ടമാണ് പ്രാർത്ഥന. മറഞ്ഞ മാർഗത്തിലൂടെ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ അപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ചാണ്. അപേക്ഷിക്കപ്പെടുന്നവൻ മനുഷ്യനാവട്ടെ, അപേക്ഷിക്കപ്പെടുന്നവന് ജിന്നാവട്ടെ, മലക്കാവട്ടെ, അപേക്ഷിക്കപ്പെടുന്നവൻ റബ്ബാവട്ടെ, അപേക്ഷിക്കപ്പെടുന്നവൻ സ്രഷ്ടാവട്ടെ, സൃഷ്ടിയാവട്ടെ, എന്തുമാവട്ടെ, എന്തായാലും മറഞ്ഞതാണോ എന്ന ദുആയാണ്. പക്ഷേ ഈ മറഞ്ഞതാണെങ്കിലൊക്കെ ദുആയാണ് എന്ന് പറയുന്ന ഈ ജൽപ്പനം, ഈ അബദ്ധ വിദണ്ഡ വാദം ഏതെങ്കിലും ഒരു പ്രവാചകന്റെ വാക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ആയത്തിൽ നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനേകായിരം വരുന്ന ഹദീസുകളിൽ നിന്നോ അതല്ലെങ്കിൽ ഇമാമുമാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നോ മുസ്ലിമീങ്ങൾ ഇതുവരെ മനസ്സിലാക്കി പോന്നതിൽ നിന്നോ ഉദ്ധരിക്കുവാൻ ഇന്നേ വരെ ഈ നിർവചനം പറയുന്ന മൗദൂദികൾക്കോ മുജാഹിദുകൾക്കോ ജമാഅത്തിനോ സാധിച്ചിട്ടില്ല. നമ്മുടെ സംവാദങ്ങളിലും നമ്മുടെ ഖനന പ്രസംഗങ്ങളിലും നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളിലൊക്കെ നിരന്തരമായിട്ട് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ നാടുകളിലും മറുനാടുകളിലുമുള്ള വഹാബികളോടും മറ്റു സഹോദരങ്ങളോടും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചോദ്യം, നിങ്ങൾ ഈ പറയുന്ന ഈ വിശദീകരണം, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് മറഞ്ഞ മാർഗത്തിലൂടെയുള്ള അപേക്ഷയാണെന്നുള്ള നിങ്ങളുടെ ഈ പുതിയ വാദം, ഈ വാദത്തിന് എന്തെങ്കിലും ഒരു വരി നിങ്ങൾക്ക് തെളിവ് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ വ്യക്തമായതോ അവ്യക്തമായതോ ആയ ഒരു മറുപടി പോലും നൽകാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ഈ റമദാന്റെ തൊട്ട് മുമ്പ് ഷഅബാൻ മാസത്തിലാണെന്നാണ് എന്റെ ഓർമ്മ, അരീക്കോടിനടുത്തുള്ള ഉഗ്രപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചുകൊണ്ട് മുജാഹിദിന്റെ മൗലവി പ്രസംഗിച്ചതിനു ശേഷം നമ്മുടെ സഹോദരനായ അമീർ ഹുസൈൻ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഫൈനൽ വിദ്യാർത്ഥിയാണ് അദ്ദേഹം നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ പ്രതിനിധിയായിട്ട് ഇതേ ചോദ്യം മൗലവിയോട് ചോദിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ ഈ വിശദീകരണം അത് ഏതെങ്കിലും ഒരു ഇബാറത്തിൽ നിങ്ങൾക്കത് കാണിച്ചു തരാൻ സാധിക്കുമോ? നിങ്ങളുടെ പ്രസംഗം എന്നതിൽ കവിഞ്ഞ് ഏതെങ്കിലും ഒരു ഇബാറത്തിൽ നിങ്ങൾക്കത് തൊട്ട് കാണിച്ചു തരാനോ ചൂണ്ടിക്കാണിച്ചു തരാനോ വായിച്ചു തരാനോ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോ ആ സഹോദരൻ പറഞ്ഞു, അത് എവിടെ ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല എന്നങ്ങോട്ട് പറയലോടുകൂടി സാധാരണക്കാരായ നാട്ടുകാർ മൗലവിയെ വെല്ലുവിളിച്ചു. അത് പറയാതെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. അവസാനം മൗലവി പരിങ്ങി, മൗലവി കുടുങ്ങി. എത്രയും പെട്ടെന്ന് പരിപാടി ബെല്ലടിച്ച് പിരിച്ചുവിടുന്ന ദയനീയമായ സ്ഥിതിവിശേഷത്തിലേക്ക് അവർക്ക് അധപ്പതിക്കേണ്ടി വന്ന ഒരു സംഭവം കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ സാന്ദർഭികമായിട്ട് എന്റെ ശ്രോതാക്കളെ ഉണർത്തുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ എന്റെ സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ഏറ്റവും സമീപസ്ഥനായി നിൽക്കുന്ന ഈ അവസ്ഥ, അതാണ് സുജൂദ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സുജൂദ് എന്ന് പറയുന്ന ഈ ഇബാദത്തിനെ സംബന്ധിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതിന്റെ ആവശ്യകതയും അതിന്റെ പോരിശയും ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും ആയത്തിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. ഞാൻ ഓതിവെച്ച ആയത്ത് മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. അള്ളാഹു പറയുകയാണ്, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ള സകലരും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട് എന്നാണ്. അത് സ്വമേധയാ സുജൂദ് ചെയ്യുന്ന മുഅ്മിനീകളായ ആളുകളുണ്ട്. ജിന്ന് മലക്ക് മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട മലക്കുകളും അതുപോലെ തന്നെ ജിന്ന് മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട മുഅ്മിനീങ്ങളായ ആളുകളും സ്വമേധയാ വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത്
നിർജീവ വസ്തുക്കളടക്കമുള്ള ഇതര വസ്തുക്കളും അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവയുടേതായ ലോകത്ത്, അവയുടേതായ ശൈലിയിൽ, അവയുടേതായ രീതിയിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. മാത്രമല്ല വബിലാലുഹും ബിൽ ഉദുവ്വി വൽ ആസാൽ, അവരുടെ നിഴലുകളും സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. സകല സമയത്തും ബിൽ ഉദുവ്വി വൽ ആസാൽ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്നുവെച്ചാൽ അലദ്ദവാം, അതിന്റെ ഉദ്ദേശം നിത്യമായും സദാസമയത്തും അറിഞ്ഞിട്ടും അറിയാതെയും അള്ളാഹുവിലേക്ക് കീഴ്പ്പെടുക, വഴിപ്പെടുക എന്ന അർത്ഥത്തിലോ അതല്ലെങ്കിൽ സാങ്കേതികമായ അർത്ഥത്തിലോ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നിഴലുകൾ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നിഴലുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട് എന്നാണ്. അത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, മുശ്രിക്കുകൾ അവരുടെ ബിംബങ്ങൾക്ക് വേണ്ടിയാണല്ലോ സുജൂദിൽ കിടക്കാറുള്ളത്. പക്ഷേ മുശ്രിക്കുകൾ അവരുടെ ബിംബങ്ങൾക്ക് സുജൂദിൽ കിടക്കുമ്പോൾ അവരുടെ തന്നെ നിഴലുകൾ അള്ളാഹുവിനാണ് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുശ്രിക്കുകൾ അവരുടെ ബിംബങ്ങൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ അവയുടെ തന്നെ നിഴലുകൾ അള്ളാഹുവിനാണ് സുജൂദിൽ കിടക്കുന്നത്. അപ്പൊ നിഴലുകൾ എന്ന് പറയുന്നത് ഒരു നിർജീവമായ ഒരു സംഗതിയല്ലേ, ഒരു വസ്തുതയാണല്ലോ. പക്ഷേ അവയെങ്ങനെയാണ് അള്ളാഹുവിന് സുജൂദ് ചെയ്യുക എന്നുള്ള ഒരു സംശയത്തിന് ബഹുമാനപ്പെട്ടവർ തന്നെ തന്റെ തഫ്സീറിൽ മറുപടി പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങൾക്ക് അവയുടേതായ ലോകത്ത് ചില വിശേഷ ബുദ്ധി നൽകുന്നുണ്ട്. അതുപോലെ മരങ്ങൾക്ക് അവയുടേതായ ലോകത്തുള്ള വിശേഷ ബുദ്ധിയുണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് അവയുടേതായ ലോകത്തുള്ള ചില ബുദ്ധികളുണ്ട്. എന്നതുപോലെ മനുഷ്യന്റെ നിഴലിന്റേതായ ലോകത്ത് അള്ളാഹു നൽകുന്ന ഒരു തരം ബുദ്ധിയും അറിവും അതുപോലെ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള യോഗ്യതയുമുണ്ട്. ആ യോഗ്യത വെച്ചുകൊണ്ട് സ്വമേധയാ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിന് സുജൂദിൽ കിടക്കുകയാണ് മുശ്രിക്കിന്റെ നിഴൽ ചെയ്യുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഏറ്റവും അഷ്റഫായ, ഏറ്റവും അള്ളാഹുവിനോട് സാമീപ്യം പുലർത്തുന്ന ഒരു ഇബാദത്ത് എന്ന നില സുജൂദിനുണ്ടായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് wudu ചെയ്യാനുള്ള വെള്ളവും മറ്റു അത്യാവശ്യ കാര്യങ്ങളൊക്കെ കൊണ്ടുകൊടുത്തിരുന്ന ഒരു സഹാബിയാണ് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു. റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ രാത്രിയിൽ രാപ്പാർക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി എഴുന്നേൽക്കുമ്പോൾ അവിടുന്ന് ബ്രഷ് ചെയ്യുവാനും മിസ്വാക്ക് ചെയ്യുവാനും വുദൂ ചെയ്യുവാനും അംഗസ്നാനം ചെയ്യുവാനുമുള്ളൊക്കെ വെള്ളം എടുത്തു കൊടുക്കുക, മറ്റു സേവനങ്ങൾ ചെയ്യുക എന്നുള്ള ദൗത്യമായിരുന്നു ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. എന്താ പറയുന്നത്? കുന്തു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ രാപ്പാർക്കുകയായിരുന്നു. ഫഅതൈതുഹു ബിവദൂഇഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വുദൂ ചെയ്യുവാനുള്ള വെള്ളവുമായിട്ട് ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നു. വഹാജതിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റു ആവശ്യങ്ങൾ മിസ്വാക്ക് ചെയ്യുവാനുള്ള മിസ്വാക്ക്, അതുപോലെ തന്നെ നിസ്കരിക്കുവാനുള്ള മുസല്ല പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. ഫഖാല ലി, അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, സൽ, ചോദിച്ചോ. സൽ എന്ന് പറഞ്ഞാൽ അംറു ഫീലാണ്. എന്ത് ചോദിക്കുക എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. എന്ത് ചോദിക്കുക എന്ന് പ്രത്യേകം പറയാതെ ഒരു ക്രിയാപദം ഉപയോഗിച്ചാൽ അതിന്റെ ഭാഷാപരമായ അർത്ഥം എന്താണ്? എന്തും ചോദിച്ചോ എന്നാണ് അതിന്റെ അർത്ഥം. എന്തും ചോദിച്ചോ. അത് ദുന്യാവിന്റെ കാര്യമാണെങ്കിലും കുഴപ്പമില്ല, ആഖിറത്തെ വിഷയമാണെങ്കിലും കുഴപ്പമില്ല, സ്വർഗത്തിന്റെ കാര്യമാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എന്തായാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കുക എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് വളരെ വ്യക്തമായിട്ട് മറ്റു ചില ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, സ്വർഗത്തിന്റെ കാര്യം ചോദിച്ചോ എന്നായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. സൽ, എന്തും ചോദിച്ചോ, പ്രത്യേകിച്ച് നിന്റെ പരലോക രക്ഷക്കാവശ്യമായ
അല്ലെങ്കിൽ സ്വർഗപ്രവേശനത്തിന്റെ കാര്യം നീ എന്നോട് ചോദിച്ചോ എന്നായിരിക്കും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ ഏറ്റവും നബിയുടെ മനസ്സിലുണ്ടാകാൻ സാധ്യത എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? സമാനമായ മറ്റൊരു സംഭവമാണ് അങ്ങനെയായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് പറയാൻ ധൈര്യം തരുന്നത്. ഏതാണ് ആ സംഭവം? ഒരുപാട് ഹദീസിന്റെ കിതാബുകളിൽ ഇമാം തബറാനി അടക്കം, അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം അബൂ യഅല അവർകളടക്കം, അതുപോലെ തന്നെ ഹാഫിദുൽ ഹൈസമി റളിയല്ലാഹു തആല അൻഹു അടക്കം, ഇങ്ങനെ ധാരാളം ഇമാമിയങ്ങൾ അവരുടെയൊക്കെ ഹദീസിന്റെ കിതാബുകളിൽ ഒരുപോലെ ഉദ്ധരിച്ചതും സഹീഹാണെന്ന് പ്രഖ്യാപിച്ചതുമായ ഒരു സംഭവം. ആ സംഭവം ഞാൻ ചുരുക്കി പറയണം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ഒരു അഅറാബി പരിചയപ്പെട്ടു. അങ്ങനെ നബിയുടെ സുഹബത്ത് നേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, നീ എന്റെ അടുക്കൽ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അഅറാബിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. നബി പറഞ്ഞു, ചോദിച്ചോ, എന്തും ചോദിച്ചോ, ചോദിക്കാം, നിനക്ക് ചോദിക്കാം, ചോദിക്കാവുന്നത് ഞാൻ തരാം, ചോദിക്കുന്നത് ഞാൻ തരാം. ആ സമയത്ത് അഅറാബി പറഞ്ഞു, എനിക്ക് സഞ്ചരിക്കുവാൻ ഒരു ഒട്ടകം വേണം, പാല് കുടിക്കാൻ കുറച്ച് ആടുകളും വേണം എന്ന് പറഞ്ഞു. തികച്ചും ഭൗതികമായ ഒരു സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചോദിച്ചത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? അജസ്ത അൻ തകൂന മിസ്ല അജൂസി ബനി ഇസ്രായീൽ. ബനു ഇസ്രായേലുകാരുടെ കൂട്ടത്തിൽപ്പെട്ട വൃദ്ധയായ ഒരു പെണ്ണ് ചോദിച്ചതുപോലെ എന്താ നിനക്ക് ചോദിച്ചുകൂടായിരുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന സഹാബിമാർ നബിയോട് ചോദിച്ചു, മാ അജൂസു ബനി ഇസ്രായീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ബനു ഇസ്രായേലുകാരിൽപ്പെട്ട ആ കിഴവിയായ പെണ്ണിനെ സംബന്ധിച്ചുള്ള സംഭവം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലുമായിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈജിപ്ത് വിട്ടുകൊണ്ട് ഷാമിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് അവർക്ക് മുന്നിലേക്ക് വഴി കാണുന്നില്ല. രാത്രിയുടെ നിലാവെല്ലാം അസ്തമിച്ചു. ഇരുൾമുറ്റിയതായ അവസ്ഥ, അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലുകാരിൽപ്പെട്ട പണ്ഡിതന്മാരോട് ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താണ് നമുക്ക് വഴി നടക്കാൻ സാധിക്കാതെ വന്നത്? ആ സമയത്ത് ഉലമാക്കൾ, അവരുടെ അന്നത്തെ പണ്ഡിതന്മാർ പറഞ്ഞു, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് മരണം ആസന്നമായപ്പോൾ ഞങ്ങളോട്, അഥവാ ഞങ്ങളുടെ മുൻഗാമികളോട്, ഞങ്ങളുടെ പിതാക്കന്മാരോട് ഒരു ഉടമ്പടി ചെയ്തിരുന്നു. എന്താണ്? എന്നെ മറമാടി കഴിഞ്ഞ്, എന്നെ ഇവിടെ ഈജിപ്തിൽ നൈൽ നദിയുടെ പരിസരത്ത് എവിടെ മറമാടിയാലും നിങ്ങൾ ഇവിടെ നാട് വിടുമ്പോൾ ഈ നാട്ടിൽ നിന്ന് പലായനം ചെയ്യും ഭാവിയിൽ. അങ്ങനെ പലായനം ചെയ്യുമ്പോൾ എന്റെ ഖബർ തുറന്നുകൊണ്ട് എന്റെ ശരീരം പുറത്തെടുത്തുകൊണ്ട് നിങ്ങൾ പോകുന്ന സ്ഥലത്ത് എന്നെയും കൊണ്ടുപോവുകയും അവിടെ എന്നെ മറമാടുകയും ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ഞങ്ങളോട് ഉടമ്പടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഉടമ്പടി നമ്മൾ പാലിക്കുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം മനസ്സിലാക്കുകയുണ്ടായി. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, അയ്യുക്കും യദ്രി ഐന ഖബ്റു യൂസുഫ, നിങ്ങളിൽ ആർക്കാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണെന്ന് അറിവുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ ബനി ഇസ്രായേൽപ്പെട്ട ഉലമാക്കൾ പറഞ്ഞു, ഞങ്ങൾക്കാർക്കും അറിയില്ല, അത് വളരെ പഴക്കം ചെന്ന സംഭവമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വഫാത്ത് എന്ന് പറയുന്നത് ഒരുപാട് കാലം മുമ്പുണ്ടായ സംഭവമാണ്, ഞങ്ങൾക്കാർക്കും അറിയൂല. പക്ഷെ അറിയാനൊരു മാർഗമുണ്ട്, അതെന്താണെന്ന് ചോദിച്ചു. അറിയാനുള്ള മാർഗം, ഇന്നാലിന്ന സ്ഥലത്ത് വളരെയധികം പ്രായാധിക്യമുള്ള വൃദ്ധയായ ഒരു സ്ത്രീ ജീവിച്ചിരിപ്പുണ്ട്. ആ സ്ത്രീക്കറിയാം എവിടെയാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഖബറുള്ളത് എന്ന്. അതുകൊണ്ട് ആ സ്ത്രീയെ വിളിച്ചു വരുത്തിക്കൊണ്ട് അന്വേഷിച്ചുകൊണ്ട് നമുക്ക് ഖബർ എവിടെയാണെന്ന് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് ഉലമാ ബനി ഇസ്രായേൽ അഭിപ്രായപ്പെട്ടപ്പോൾ ആ സ്ത്രീയെ വിളിച്ചു വരുത്തി. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ദുല്ലീനി അലാ ഖബരി യൂസുഫ് അലൈഹി സ്വലാം, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഖബർ എവിടെയാണെന്ന് എനിക്ക് പറഞ്ഞു തരണം, അറിയിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ പെട്ടെന്ന് പറഞ്ഞു കൊടുത്തില്ല. ലാ വല്ലാ, കണ്ടോ അൽവാഫി അടിച്ചു കണ്ടില്ലേ, ലാ വല്ലാ, ഞാൻ പറഞ്ഞു തരൂല, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ തരണം. ഹത്താ തുഅ്തിയനി ഹുക്മി, എന്റെ ആവശ്യം നിങ്ങൾ എനിക്ക് തരുന്നത് വരേന.
എന്റെ ആവശ്യം നിങ്ങളെനിക്ക് തരുന്നത് വരെ. അപ്പോ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, വമാ ഹുക്കുമിക്ക്, എന്താണ് നിന്റെ ആവശ്യം? ആ സമയത്ത് മഹദി പറഞ്ഞത് എന്താ? അകൂന മഅക ഫിൽ ജന്ന, അകൂന മഅക ഫിൽ ജന്ന. അല്ലേ, മൂസാ നബിയെ അങ്ങയോടൊപ്പം സ്വർഗത്തിൽ കടന്നാ പോരാ. അമ്പിയാക്കളിൽപ്പെട്ട ഉലുൽ അസ്മിൽപ്പെട്ട പ്രധാനപ്പെട്ട പ്രവാചകനായ മൂസാ നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ ഏതു ദർജയിലാണോ വസിക്കുന്നതെങ്കിൽ ആ ദർജയിൽ തന്നെ എനിക്കും അങ്ങയോടൊപ്പം കഴിഞ്ഞുകൂടുക എന്നുള്ള ഏറ്റവും ഉത്തമമായ, ഏറ്റവും ഉദാത്തമായ സ്ഥാനത്തേക്ക് എന്നെ എത്തിക്കണം നബിയേ. നോക്കണം, ആരാണ് ചോദിക്കുന്നത്? വൃദ്ധയായ, പടുവൃദ്ധയായ ഒരു കിഴവിപ്പെണ്ണ്. ആരോടാ ചോദിക്കുന്നത്? അമ്പിയാക്കളിൽപ്പെട്ട, അമ്പിയാ മുർസലീങ്ങളിൽപ്പെട്ട 313 മുർസലീങ്ങളിൽപ്പെട്ട ഉലുൽ അസ്മ എന്ന പദവി ആർജിച്ച, ഖുർആനിൽ ഏറ്റവും അധികം പ്രതിപാദിക്കപ്പെട്ട പ്രവാചകനായ മൂസാ അലിഹിസ്സലാമിനോടാണ് ചോദിക്കുന്നത്. ഇവിടെയാണ് മുജാഹിദും മൗദൂദിയാളും തബ്ലീഗുകാരൊക്കെ ചിന്തിക്കേണ്ടത്, അടിപരട്ടുകൊണ്ട് ചിന്തിക്കേണ്ടത് എന്താണ്? അവരുടെ കാഴ്ചപ്പാട് പ്രകാരം ഇവിടെ ഈ കിഴവിയായ പെണ്ണ് ഷിർക്കാണ് പറഞ്ഞത്. ആ ഷിർക്കിനെ അംഗീകരിച്ച മൂസാ നബി അലൈഹി ഇസ്ലാം കടുത്ത പാപമാണ് ചെയ്തത് എന്നായിരിക്കും ഇതിന്റെ ആകത്തുക. അവർക്ക് അങ്ങനെയുള്ളല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, അമ്പിയാക്കളോ അവരെ വഴിപ്പെട്ട് അവരനുസരിച്ചുകൊണ്ട് അവരെ ജീവിച്ച അവരുടെ അനുയായികളോ ഒരിക്കലും തന്നെ വഹാബിയാവൂല. അവർക്കൊരിക്കലും തന്നെ മൗദൂദി ആശയത്തിൽ വരാൻ കഴിയൂല. അവരൊക്കെ കറകളഞ്ഞ ഉറച്ച സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരായിട്ട് മാത്രമേ അവരുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ മൂസാ നബി അലൈഹി ഇസ്ലാം എന്താ മറുപടി പറഞ്ഞത്? ഞാൻ തരാം, ഞാൻ തരാം. അല്ലേ, അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം ആ കിഴവിയായ പെണ്ണിന് സ്വർഗം തരാം എന്നുള്ള വാഗ്ദാനം കൊടുക്കുകയും, സ്വർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വർഗത്തിന് സമാന്തരമായിട്ട് മൂസാ നബിക്ക് വേറൊരു സ്വർഗമുണ്ട് എന്നല്ല പറഞ്ഞതിനർത്ഥം. മനസ്സിലായോ? അള്ളാഹുവിന്റെ സ്വർഗത്തിന് സമാനമായിട്ട് മൂസാ നബിക്ക് വേറെ സ്വർഗമുണ്ട് എന്നല്ല. സ്വർഗമൊക്കെ അള്ളാഹിന്റെ തന്നെയാണ്. പക്ഷെ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്തുകൊണ്ട്, അള്ളാഹുവിനോട് ശിപാർശ ചെയ്തുകൊണ്ട് വാങ്ങിക്കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് മൂസാ നബി അലൈഹി സ്വലാം ഇവിടെ നിർവഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തവ ഏതെങ്കിലും മണ്ടൂസന്മാർ നമ്മളെ കൂട്ടത്തിലുണ്ടോ? ഇത് മനസ്സിലാക്കാൻ അധിക ബുദ്ധിവാണോ? ഔപചാരിക വിദ്യാഭ്യാസം വേണോ? ഒരു കേവല ധാരണ ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ ചെറിയൊരു ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിളായൊരു വിഷയമല്ലേ ഇത്? ഇതിനെ സങ്കീർണമാക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ തകരാറുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ എന്റെ സഹോദരങ്ങളെ, ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ അവര് തുറക്കുകയും അങ്ങനെ ഇഹ്തഫിറു വസ്തഖ്രിജു ഇളാമ യൂസുഫ, ഇഹ്തഫിറു വസ്തഖ്രിജു ഇളാമ യൂസുഫ, നിങ്ങൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ കുഴിക്കുക, എന്നിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഇളാമിനെ നിങ്ങൾ പുറത്തെടുക്കുകയും ചെയ്യുക. എന്താണ് ഈ ഇളാം എന്ന് പറഞ്ഞാൽ? അപ്പൊ എല്ലുകൾ പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ ശരീരം ദ്രവിച്ചു എന്നാണോ അതിന്റെ അർത്ഥം? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിന്റെ മാംസങ്ങളൊക്കെ ദ്രവിച്ച് അവശേഷിക്കുന്ന എല്ലുകൾ മാത്രമാണ് എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. അത് അറബി ഭാഷയിൽ ഹഖീഖത്തും മജാസും അറിയുന്ന ആളുകൾക്കറിയാം. സാധാരണമായിട്ട് അറബി ഭാഷയിൽ യജഅലൂന അസാബിഅഹും ഫീ ആദാനിഹിം, അല്ലേ, ഖുർആൻ പറയല്ലേ, യജഅലൂന അസാബിഅഹും ഫീ ആദാനിഹിം ഹദറൽ മൗത്ത്, മരണം ഭയപ്പെട്ടതിന് വേണ്ടി അവർ അവരുടെ വിരലുകളെ ചെവികളിലാക്കും. യജഅലൂന അസാബിഅഹും ഫീ ആദാനിഹിം, വിരലുകൾ ചെവികളിലാക്കും എന്ന് പറഞ്ഞാൽ വിരൽ മുഴുവൻ ചെവിന്റെ ഉള്ളിൽ കൊള്ളൂല. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണ്? വിരൽ കൊടികളെ, വിരലിന്റെ തലപ്പ്, വിരൽ തുമ്പിനെ ചെവിന്റെ ഉള്ളിലാക്കും എന്നേ അതിനർത്ഥമുള്ളൂ. അപ്പൊ അവിടെ വിരൽ എന്ന സകലം പറഞ്ഞിട്ട് വിരൽ തുമ്പ് എന്ന ശകലം ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ കുല്ല് പറഞ്ഞിട്ട് ജുസ് ഉദ്ദേശിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. കുല്ല് പറഞ്ഞിട്ട് ജുസ് ഉദ്ദേശിക്കുക, സകലം പറഞ്ഞിട്ട് ശകലം ഉദ്ദേശിക്കുക എന്ന് പറയുന്ന ഒരു ഭാഷാ ശൈലിയുണ്ട്. അതേപോലെ തന്നെ ജുസ് പറഞ്ഞിട്ട് കുല്ല് ഉദ്ദേശിക്കുക എന്ന് പറയുന്ന മറ്റൊരു ഭാഷാ ശൈലിയുണ്ട്, അല്ലേ? അതിനെത്രയോ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും അതുപോലെ തന്നെ നമ്മുടെ അറബി ഭാഷയിലും മലയാള ഭാഷയിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ കഴിയും, അല്ലേ? അപ്പൊ ചുരുക്കത്തിൽ എന്നതുപോലെ മാത്രമല്ല ഹദീസിലും അങ്ങനെയുള്ള പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പർമേൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ നിർവഹിക്കുവാൻ വേണ്ടി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം കൂടുതൽ തടിച്ചു കൊഴുത്തപ്പോൾ ഖാലലഹു തമീമുദ്ദാരി എന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ എന്താണുള്ളത്? അലാ തത്തഖിദു മിമ്പറൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങേക്ക് ഒരു മിമ്പർ ഉണ്ടാക്കിക്കൂടെ? എങ്ങനെയുള്ള മിമ്പറാണ്? യജ്മഉ ഔ യഹ്മിലു ഇളാമക, നബിയെ അങ്ങയുടെ എല്ലുകളെ ചുമക്കുന്ന ഒരു മിമ്പർ അങ്ങേക്ക് ഉണ്ടാക്കിക്കൂടെ? എന്താണ് പറഞ്ഞതിനർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലുകളെ ചുമക്കുക. അപ്പൊ പിന്നെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊന്നും ചുമക്കണ്ടേ? എല്ല് മാത്രം ചുമന്നാ മതിയോ ആ മിമ്പർ? അപ്പൊ അവിടെ യഹ്മിലു ഇളാമക്ക എന്ന് പറഞ്ഞാൽ, അവിടെ ഇളാമ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചത് യഹ്മിലു ബദനക്ക എന്നാണ്. യഹ്മിലു ബദനക്ക ആരാ? എന്റെ സഹോദരങ്ങളെ, ഞാൻ ഒരു അല്പസമയം നൂർ ഫൈസ് ഉസ്താദിന്റെ അവിടെ ഒരു 5 മിനിറ്റ് ഞാൻ നമ്മുടെ ദർസിലൊരു വിദ്യാർത്ഥിക്ക് വയറുവേദന നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് മൈക്കെടുത്ത് കുറച്ചു നേരം കൈകാര്യം ചെയ്താൽ നന്നായിരിക്കും. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങൾ ആരെങ്കിലും ഒരാൾ മൈക്കെടുത്തിട്ട് കുറച്ചു നേരം സംസാരിക്കണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്ക് വേഗം ശിഫ പ്രദാനം ചെയ്യട്ടെ. ഇംതിദാലിന് വേഗം വരേണ്ടതുണ്ട്. ഇംതിദാലിന് വേഗം വരേണ്ട വിഷയം മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്ക് വേഗം ശിഫ പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ റമളാനിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു ഒറ്റ രാവായിരുന്നു ഇന്നലെ. ഇനി നാളെ 27 രാവാണ് അല്ലേ? നാളെ 27 രാവാണ്. ഇനി പിന്നെ 29 രാവും. അങ്ങനെ ഒറ്റ രാവുകൾ, ലൈലത്തുൽ ഖദ്ർ ഏറ്റവും പ്രതീക്ഷിക്കേണ്ടുന്ന രാവുകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലൈലത്തുൽ ഖദ്റിനെ ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് അള്ളാഹു നൽകുന്ന എല്ലാ പുണ്യങ്ങളും എല്ലാ സവാബുകളും കരസ്ഥമാക്കുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസത്തിന്റെ പുണ്യം എന്നല്ല പറഞ്ഞത്, 1000 മാസത്തിനേക്കാളും ഖൈറാണ്. അപ്പൊ അതൊക്കെയാണ് അതിന്റെ കണക്ക്. നമ്മൾ സാധാരണ ഇങ്ങനെ പിന്നെ 1000 മാസത്തിന് 80 ചില്ലാൻ വർഷമൊക്കെ കണക്കൂട്ടാറുണ്ടല്ലേ? അത് 1000 മാസത്തിനാണ് ഞാൻ കണക്കൂട്ടുന്നത്. അതല്ല, ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാളും ഖൈറാണ്. അപ്പൊ 1000 മാസത്തിന്റെയും അപ്പുറം ഉള്ള അത് എനിക്കും തന്നെ ഒന്ന് പുറത്തു പോകേണ്ടതുണ്ട്. ആരെങ്കിലും ഒരാൾ മൈക്കിൽ വരണം കേട്ടോ. പടച്ചവൻ എന്താ ചെയ്യലേ? എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ മൈക്കിൽ വരി. എന്നെ ഒരാൾ വാതിൽ വന്ന് മുട്ടിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരെങ്കിലും ഒരാൾ മൈക്കിൽ വരി.